കണ്ണുനീർ തുള്ളിയ മായുവതെന്തേ കിനാവിന്റെ ജാലകം തഴുതിട്ടടച്ചു നീ കാണുവതെല്ലാം വേദനയാകുമ്പോൾ കാണുന്നതിനും മുൻപേ നീ എന്നിലുണ്ട് കാണുന്നതിനും മുൻപേ നീ എന്നിലുണ്ട് കണ്ണുനീർ തുള്ളിയ മായുവതെന്തേ കിനാവിന്റെ ജാലകം തഴുതിട്ടടച്ചു നീ കാണുവതെല്ലാം വേദനയാകുമ്പോൾ കാണുന്നതിനും മുൻപേ നീ എന്നിലുണ്ട് കാണുന്നതിനും മുൻപേ നീ എന്നിലുണ്ട്. பொதுமக்களை நாட்டின் குலைந்தகளை மரச்சான் வயருக்காக நாங்க என்னுடைய வேலை பார்க்க போகிறேன். தமிழர்களை மலையாளிகளை எல்லாருமே நான் கேட்க சொல்றீங்க, ஏதாவது கொடுங்க ஐயா. பசி ஐயா பசி. के लिए बच्चे के लिए एक पैसा दे दो भैया. इसमें यार தெரியுமா என்னடா இது? சின்ன குழந்தை ஐயா, ரொம்ப பசி ஐயா, ஏதாவது கொடுங்க ஐயா, ஏதாவது கொடுங்க. அம்மா ரொம்ப நன்றி ஐயா. हम काम करता है हमारे पेट के लिए, छोटा बच्चे के लिए ಎಂತಗಿಲು ತರಣ ಸಾರೆ ಬೆಸ್ತಟ ಸಾರೆ ಬೆಸ್ತಟ. ഇന്നലെ നിങ്ങൾ വന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോഴാ അവിടെ കടയിൽ ഇച്ചിരി കച്ചവടം കിട്ടണേ, അതാ വരാൻ പറ്റായിരുന്നു. അല്ല, നാട്ടിലും കൃഷിയൊക്കെ തന്നെ ആയിരുന്നു? കുറച്ചുണ്ടായിരുന്നു. ഇവിടെ ആകെ കാട് പിടിച്ച് കിടക്ക. ആ, ഒന്നേന്ന് തൊട്ട് തുടങ്ങണം. നന്നായി പണിയെടുത്ത പൊന്നു വിളയും, അസല് മണ്ണ. ദേ, ഇതാ നമ്മുടെ കട. ഒന്ന് കേറിയിട്ട് പോവാം. പിന്നെ വരാം, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടേ. ശരി, എന്നാ പിന്നെ.
ഞാൻ എടുത്തു. ബാലൻസ് കിട്ടിയില്ല അല്ലേ? എവിടെ വന്നതാ? ഞാനിവിടെ പുതിയ താമസക്കാരനാ. കറ്റുകുളത്ത് കുമാരേട്ടന്റെ സ്ഥലം മേടിച്ചതാ. ഞാനറിയും. എന്താ പേര്? ശിവൻ, ഒറ്റക്കാലൻ ശിവൻ, അങ്ങനെ എല്ലാരും വിളിക്കണേ. ശിവേട്ടൻ അങ്ങനെയാ, ഒരു പ്രത്യേക ടൈപ്പാ. എന്റെ കർത്താവേ, അടിച്ച് കേൾക്കണമല്ലോ. ഇതെന്തൊരു ഇരുമ്പാ. അവിടെ കിടക്കാം. ഇരുട്ടത്ത് ടോർച്ചടിച്ച മാതിരി നിന്റെ ചിരി കാണുമ്പോഴാ. നിനക്കാരാണ് ഈ സുന്ദരന് പേരിട്ടെ? വല്ല കാര്യം വരുന്ന ഇരുട്ടിന്റെ ആത്മാവെന്നൊക്കെ നിനക്ക് ചേരണ പേര്. ഊതരുത്. ഒരാൾ ഇത്തിരി കറുത്ത് പോയി കളിയാക്കരുത്. രജനി കറുത്തിട്ടല്ലേ? ഇരുട്ടിന്റെ നിറം കറുപ്പല്ലേ? എന്തിനു പറയണ്? ആന വരെ കറുത്തിട്ടല്ലേ? കറുപ്പനെ 17 അഴകാ. എടാ മോനെ സുന്ദര, ഒരു ദിവസമെങ്കിലും നീ നേരത്തെ പണിക്ക് വരണ്ട. നേരത്തിനെങ്കിലും നിനക്ക് വന്നുകൂടെടാ. ഇതിലാണ് ലോൺപെട്ട നമ്മൾ തമ്മിൽ ചേരില്ലാത്തത്. ഈ ബൂർഷ മനസ്ഥിതി ഉള്ളൂ. ഞാൻ ഇത്തിരി ബൂർഷായ. നിനക്ക് പറ്റുമെങ്കിൽ പണിതാ മതി. ഇക്കണക്കിന് പോയാൽ ഞാനിത് പൂട്ടേണ്ടി വരുമല്ലോ. ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോ അക്കാര്യത്തിൽ പേടിയേ വേണ്ട. ഓ, എനിക്കറിയാം നീ പൂട്ടിച്ച് തരുമോ. പിന്നെയും തുടങ്ങി. ഇനി ഞാൻ ഇവിടെ ഒട്ടും ശരിയാവില്ല. ഇവിടെ കംപ്ലീറ്റ് ആത്മാർത്ഥയിൽ ആറാട്ടം നടത്തണോരാ. അല്ല പിന്നെ ആരാണത്? ഞാൻ തന്നെയാടാ. ആഹാ, ആശുപത്രിയിൽ നിന്ന് വരണ വഴിയാന്ന് തോന്നണല്ലോ. അളിയൻ എങ്ങനെയുണ്ട്? കുറവുണ്ട്. എന്നാ ഡിസ്ചാർജ് ആവണേന്ന് വല്ലോ? അതൊന്നും പറഞ്ഞില്ല. 5-6 ദിവസം കൂടി വേണ്ടി വരും. ആ, പിന്നെ അന്ന് പറഞ്ഞ ആളെ കണ്ടായിരുന്നോ? മണ്ണാർക്കാട് പ്ലേറ്റ് എടുക്കാൻ പോകുമ്പോ വർഷാപ്പ് പണിക്ക് ഒരാളെ കൊണ്ട് തരാന്ന് പറഞ്ഞതേ. ഞാൻ അവനോട് സംസാരിച്ചു, പക്ഷെ അതൊന്നും ശരിയാവില്ല. അതെന്താ ശരിയാവൂലാത്ത? എന്താ ആ പ്രശ്നം? പയ്യനെ ജീവനോടെ തിരിച്ച് വീട്ടിലെത്തിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ധൈര്യമുണ്ടോ? ചങ്കിട്ടുണ്ട് എന്റെ കൂടെ നിൽക്കാൻ. ആണ്ടവന്റെ നെഞ്ചിൽ ചവിട്ടാൻ എനിക്ക് എന്റെ വലതുകാലില്ലാതായി പോയി. എനിക്ക് പകരം നെഞ്ചിൽ ആഞ്ഞു ചവിട്ടാൻ ഒരുത്തിനുണ്ടെങ്കിൽ ഞാൻ നിൽക്കും മുമ്പിലേ. പറ, നിങ്ങളുണ്ടാവോ? ശിവേട്ടന് വേറെ പണിയില്ലേ? ആരും നിൽക്കൂല ശിവേട്ടന്റെ കൂടെ. ആണ്ടവന്റെ കൈകൊണ്ട് ചാവാൻ ആർക്കത്ര ധൃതി? എന്താ ബാലേട്ടാ, പോലീസൊക്കെ പോണ്ടല്ലോ? വല്ല അടിപിടിയായിരിക്കും. ചായല്ലേ? ആ, ഏയ്, അടിയൊന്നും ആവൂല. ആണ്ടവന്റെ ഏരിയ കയറി കളിക്കാനേ ആർക്കാ ഇത്ര ധൈര്യം? കുത്തി കൊടലെടുത്ത് കളയില്ലേ? ആരാ ഈ ആണ്ടവൻ? ഈ രാജാവെന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് തന്നെ. കഴിഞ്ഞ വർഷം ഇതേ സമയത്താ കാളക്കുര്യനെ കുത്തിയത്. ആണ്ടവനെതിരെ പരാതി കൊടുത്തു എന്നുള്ളതാ കാരണം. പോലീസ് വന്ന് എഫ്ഐആർ ഒക്കെ എഴുതി കേസും ചാർജ് ചെയ്തു. പക്ഷേ ആണ്ടവൻ പുല്ലുപോലെ പുറത്തിറങ്ങി. എപ്പോഴും ഉണ്ട് 4-5 കേസ്. അപ്പോ ഇനിയും പ്രശ്നം ഉണ്ടാവൂലേ? എതിർക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ. അവനവന്റെ കാര്യം നോക്കിയായിരുന്നു, ഒരു കുഴപ്പമില്ല. നിങ്ങളൊക്കെയാ അവന് വളം വെച്ചു കൊടുത്തേ. ആണ്ടവൻ. എഴുതേക്കടാ. എന്താടാ നിന്റെ പേര്? പേര് ചോദിച്ചപ്പോ നീ എന്താടാ അവിടെ എവിടെ നോക്കുന്നേ? പേര് പറടാ. ശേഖരൻ. വരുത്തനാണല്ലേ? അധികം വിളച്ചിലെടുത്താലുണ്ടല്ലോ എല്ലൊടിയും കേട്ടോടാ. എല്ലാരും ഓർമ്മ വെച്ചോ, അധികം കളിക്കണ്ട. എന്ത് പണിയാ ശിവേട്ട കാണിക്കണേ? പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പ. എന്റെ പട്ടി എഴുന്നേൽക്കാം അവന്റെ മുമ്പിലേ. കഴിഞ്ഞൊന്നും ഞാൻ മറന്നിട്ടില്ല. ഇനിയും പേടിക്കണോ ഞാൻ അവനെ? ഇതാണോ ആണ്ടവൻ? ഇത് മരുന്നുമുത്തു, ആണ്ടവന്റെ വലം കൈ. പറച്ചിലാ കൂടുതല്. പറഞ്ഞാ പറഞ്ഞെടുത്ത് വെച്ച് മുറിക്കും. അതാ ആണ്ടവൻ.
അന്ന് ശിവനൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, പേര് ദാസൻ. ആണ്ടവന് കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്ന ദേവു എന്ന പെണ്ണുമായിട്ട് അയാൾ അടുപ്പത്തിലായി. ആണ്ടവൻ എതിർത്തിട്ടും നാടുവിട്ടുപോയി അവരെ വിവാഹം കഴിക്കാനൊക്കെ സഹായിച്ചത് ശിവന. അതായിരുന്നു വൈരാഗ്യത്തിന് കാരണം. ആലയിൽ പണിതുകൊണ്ടിരുന്ന ശിവനെ ആണ്ടവൻ താളുപോലെയാ വെട്ടിയത്. ജീവൻ തിരിച്ചു കിട്ടിയ അന്നു മുതൽ ഇപ്പോഴും ആ 1.5 കാലം വെച്ച് കഴിയണത് ആണ്ടവനെ തട്ടാൻ വേണ്ടിയിട്ടാ. തരം കിട്ടി അവനത് ചെയ്യാനും പഠിക്കില്ല. ഈ ആണ്ടവനിപ്പോ എവിടെയാ? ആവോ, ഇവിടത്തെ പിരിവൊക്കെ നോക്കി നടത്തുന്നത് മരുതുമുത്തുവാ. വിചാരിക്കാത്ത സമയത്താ ആണ്ടവന്റെ വരവ്, ഒരു വിഷക്കൂണ് പോലെ. അന്ന് ശിവേട്ടൻ സഹായിച്ച ആരും പിന്നെ തിരിച്ചു വന്നില്ലേ? ഇല്ല, 2-3 വർഷം ആണ്ടവന്റെ കണ്ണു വെട്ടിച്ച് അകലെ എവിടെയോ അവർ താമസിച്ചു. അധികം ആയുസുണ്ടായില്ല അയാൾക്ക്. വണ്ടിയേറ്റി കൊന്നൂത്രേ. ദേവുവിനെ പിടിച്ചോണ്ട് വന്ന് വീട്ടിലിട്ട് പൂട്ടിയിരിക്കുക, ഭ്രാന്താന്നും പറഞ്ഞു. ആരാ ചോദിക്കാൻ? ഒരു കത്തുണ്ട്. എനിക്കുണ്ടോ? ഇല്ല. സ്നേഹം നിറഞ്ഞ ഓപ്പോളും ശേഖരേട്ടനും അമ്മും അറിയുന്നതിന് എന്തു എഴുതുന്നു. ഓപ്പോള് പോയി കഴിഞ്ഞപ്പോഴാ ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു ശരിക്കും തോന്നിയത്. നാട്ടിലായിരുന്നപ്പോ വല്ലപ്പോഴും ഓപ്പോളെങ്കിലും ഇവിടെ വരാനുണ്ടായിരുന്നു. ഇപ്പൊ ആരാ ഉള്ളത് വരാൻ? പിന്നെ ഇവിടുത്തെ വിശേഷങ്ങളൊന്നും പറയാതിരിക്കാ ഭേദം. അച്ഛൻ രാവിലെ പാലും കൊണ്ട് കടയിലേക്ക് പോയാൽ പിന്നെ തിരിച്ചു വരണത് ഒരു നേരത്താ. ചോദിച്ചാൽ എന്തെങ്കിലും നുണയുണ്ടാവും പറയാൻ. എനിക്കറിയാം ആ മാറ്റുകാരൻ മാധവന്റെ അടുത്താ പറ്റുപിടി. എന്തിനാ ഇങ്ങനെ കുടിച്ചു ചാവണേ? സഹിക്കാണ്ട് വല്ലതും പറഞ്ഞു പോയാ പിന്നെ അമ്മ ഇല്ലാണ്ട് വളർത്തിയ കുട്ടിയെ നീ ഒരുപാട് ലാളിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് തനിക്ക് സ്വൈര്യം ഉണ്ടാവില്ല. ഇത്തിരി കഴിഞ്ഞാ എനിക്ക് പാവം തോന്നും. നമുക്ക് അച്ഛനല്ലാതെ പിന്നെ ആരാ ഉള്ളത്? ആ, ഇന്നാള് ശേഖരേട്ടന്റെ അമ്മ വന്നിരുന്നു. ഇറയത്തേക്ക് പോലും അവര് കയറിയില്ല. ഒരുപാട് കോള് കൊള്ളിച്ചൊക്കെ പറഞ്ഞു. ആ കാശിന്റെ കാര്യം പിന്നെയും പറഞ്ഞപ്പോ എന്നെ ചെയിൻ ഊരിക്കൊടുത്തു. ഇനി വരില്ലല്ലോ ആ പേരും പറഞ്ഞ്. ഓപ്പോള് വിഷമിക്കണ്ട, ഒക്കെ നേരെയാവും. മറ്റു വിശേഷങ്ങളൊന്നുമില്ല. അമ്മൂന് ചിറ്റയുടെ ചക്കര ഉമ്മ. സ്നേഹത്തോടെ, ഇന്ദു. നല്ലോണം തിന്നോ, ഇത്തവണ ജയിക്കണം. ആരോടാ പറയണ കേട്ടെ? കോഴിയോടാ? മനുഷ്യരിലും ഭേദാ, തിരിഞ്ഞു കൊത്തില്ല. ശിവേട്ടനുണ്ടല്ലേ കോഴിക്കോട്ടില്? അല്ല, പറയണ കേട്ടു. ഞാനും കൂടിയല്ലോ ശിവേട്ട. ഒരു കോഴിയുണ്ടോ? ഇല്ല. എന്തോന്ന്? ഒഴിഞ്ഞു മാറാനും പറന്നു കൊത്താനും പരിശീലനമുള്ളതൊക്കെ വേണം, അല്ലെങ്കിൽ കാശ് പോവും, മാനവും പോവും. തുടങ്ങണ. പറന്ന് കൊത്തണം. മാറിക്കടാ.
നീയാണോ? ആദ്യം ഒന്ന് പിടിച്ചു നോക്കടാ. നല്ല നാട് വന്ന നാട് ഇന്ന് കോഴിക്കോടിൽ മാനം നേടും ആനന്ദ
കളിക്ക നീ ആ സഞ്ചി എടുത്തേ വരുന്നു ശേഖരേട്ടാ. മോളെ സാധനം ഇവിടെ വെച്ച കാണില്ല. അച്ഛ ടാറ്റ പോവാട്ടോ. വാങ്ങാനുള്ള ലിസ്റ്റ് സഞ്ചിക്കത്തുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വാ. അച്ഛൻ ചന്തയിന്ന് വരുമ്പോ മോക്ക് എന്താ കൊണ്ടുവരണ്ടേ? പാവ, കണ്ണടയ്ക്കണ പാവ വേണം. കണ്ണടയ്ക്കുന്ന പാവയാ? ആ, അച്ഛന്റെ പൊന്നൊരു ഉമ്മ തന്നെ. ആ നാ. മോള് വാ. വേഗം വരില്ലേ? ഉം. ടാറ്റാ. വേഗം വരാട്ടോ. എല്ലാവർക്കും വെറുതെ കിട്ടണം. ഇത്രയും കാശിന് ഈ ഉരുവിടെ കൊടുക്കൂല മോനെ. ബാക്കി പിന്നെ തരാം. ആ, ഇത് മുഴുവൻ ഇല്ലല്ലോ. ചേട്ടാ നിങ്ങൾ കയറുപിടി. കാർന്നൂര് ബേജാറാവണ്ട. ബാക്കി 2000 2 ദിവസം കഴിഞ്ഞ് ഞാൻ കൊണ്ടുവരാം. നിന്നെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ കാശ് ഇപ്പൊ കിട്ടണം. ഇങ്ങടെ വല്യപ്പാ, റെഡി കാശിന് കച്ചവടം ഞാൻ നടത്തി തരാം. എന്താണ് അവിടെ പ്രശ്നം? എന്താടോ? എത്തി വന്നോണ്ടാ വിൽക്കണേ. മുഴുവൻ കാശ് ഇപ്പൊ കിട്ടിയിരിക്കും. കൊടുക്കാന്ന് പറഞ്ഞു. 2 ദിവസത്തെ അവധി മതി. 2 ദിവസം കഴിഞ്ഞ് ഞാൻ തരും. ആ, മറ്റേതവിടെ കൊടുത്തേച്ചിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ചോളാം. നാളെ ബാങ്കിൽ അടയ്ക്കാനുള്ളതാ. അങ്ങനെ പറയരുത്. പിന്നെ തന്നോട് ഞാൻ എങ്ങനെ പറയണം? ഉരുവിന് ഞാൻ കൊടുക്കാനല്ല. കച്ചവടവും നടത്തി കാശം വാങ്ങിച്ചിട്ട് കൊടുക്കുന്നില്ലെന്നോ? തന്തയിലെത്ര പറയുന്നതാ? ഇതിന്റെ അപ്പന്റെ മുതലല്ലടാ. എന്തിയാ? അയ്യോ, തല്ലല്ലേ. അയ്യോ, മോനെ. പ്രസംഗം പറയുന്നോടാ. ഇനി അയാളെ തല്ലരുത്. നീ ആരാടാ ചോദിക്കാൻ? അന്നേ നിനക്ക് ഞാൻ ഓങ്ങി വെച്ചതാ. ഇപ്പൊ നീ ആയിട്ട് ഇത് വാങ്ങിക്കെട്ടി. കാലുള്ളത് നടക്കാനാ, അല്ലാതെ പാങ്ങടെ നെഞ്ചത്ത് കയറി ചവിട്ടാനില്ല. എല്ലാവർക്കുള്ള ആണുങ്ങളെ ഇതുവരെ നീ തല്ലിയിട്ടില്ല. അതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ ആയത്.
ശിവട്ടാ, 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 എന്താടാ ശിവട്ടാ, നമ്മുടെ സ്നേഹരത്ന ആണ്ടവൻ ശിവട്ട വരുന്നല്ലേ? വേണ്ട വേണ്ട, എനിക്ക് ആ മുഖം കാണണ്ട. വേണ്ട. കൊല്ലായിരുന്നില്ല അയാൾക്ക് ഞങ്ങളെ കൂടെ. അപ്പോളെ ഇനി ജീവിക്കില്ല. അപ്പോളെ ജീവിക്കണ്ട. അപ്പോളെ കരയല്ലേ. മോളെ അച്ഛന്റെ പൊന്നു കേട്ടില്ല നീ അമ്മനെ കരയിപ്പിക്കാണോ? അച്ഛനപ്പുറത്ത് കാണും. മോളുടെ രാമേട്ടാ, മോനെ വിളിക്കും. മോളിങ്ങോട്ട് വരും. ഇനി അച്ഛനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കും. അങ്ങോട്ടിട്ടു. അച്ഛന്റെ കാലോട്ട് നിറയിലോളൂ. എനിക്ക് അച്ഛനെ ഉമ്മ കൊടുക്കണം. വായു. അച്ഛനൊരു ഉമ്മ കൊടുത്തേക്ക്. ചക്കര ഉമ്മ. ഉമ്മ കരയില്ലേ. ഈണമുറങ്ങിയ പാഴ്മുളം വേണുവിൽ അറിയാതെ എൻ വിരൽ തൊടുമ്പോൾ മനസ്സിൽ പാഴ്ക്കനലാട്ടം താളം മറന്നൊരു നിഴലാട്ടം മനസ്സിൽ പാഴ്ക്കനലാട്ടം താളം മറന്നൊരു നിഴലാട്ടം ഈണമുറങ്ങിയ പാഴ്മുളം വേണുവിൽ അറിയാതെ എൻ വിരൽ തൊടുമ്പോൾ പോക്കുവയിൽ പാകിയോരൻ വഴിത്താരയിൽ ഉരുകിയണഞ്ഞോരാ ഓർമ്മച്ചരാതുകൾ പോക്കുവയിൽ പാകിയോരൻ വഴിത്താരയിൽ ഉരുകിയണഞ്ഞോരാ ഓർമ്മച്ചരാ
പാതികരിഞ്ഞോരീ ജീവിതയാത്രയിൽ കനലേറ്റുവാടിയ നൊമ്പരപ്പാടുകൾ പാതികരിഞ്ഞോരീ ജീവിതയാത്രയിൽ കനലേറ്റുവാടിയ നൊമ്പരപ്പാടുകൾ കനലേറ്റുവാടിയ നൊമ്പരപ്പാടുകൾ ഈണമുറങ്ങിയ പാഴ്മുളം വേണുവിൽ അറിയാതെ എൻ വിരൽ തൊടുമ്പോൾ പുലരികൾ പുലരാതെയങ്ങ് മറയുമ്പോൾ വെറുതെയുലാവുന്ന കൂരിരുൾ ജീവിതം പുലരികൾ പുലരാതെയങ്ങ് മറയുമ്പോൾ വെറുതെയുലാവുന്ന കൂരിരുൾ ജീവിതം പാവയായി പിന്നെയും പാഴ്നൂലിലാടുന്ന കളിയാട്ടമാണി അഴൽ ജീവിതം കളിയാട്ടമാണി അഴൽ ജീവിതം ഈണമുറങ്ങിയ പാഴ്മുളം വേണുവിൽ അറിയാതെ എൻ വിരൽ തൊടുമ്പോൾ മനസ്സിൽ പാഴ്കനലാട്ടം താളം മറന്നൊരു നിഴലാട്ടം ഈണമുറങ്ങിയ പാഴ്മുളം വേണുവിൽ അറിയാതെ എൻ വിരൽ തൊടുമ്പോൾ ശിവൻ പറഞ്ഞത് ശരിയാ. പോലീസ് കേസെടുത്തു. പക്ഷെ ഞങ്ങളെ കൊണ്ടാവോ കോടതി പോയി വാദിക്കാൻ? അല്ലെങ്കിൽ തന്നെ സാക്ഷി പറയാൻ ആരെങ്കിലും ഉണ്ടാവോ? ആ 100,000 ആളുകളുടെ മുന്നിലിട്ടാ ചെയ്തെങ്കിലും ആരും കണ്ടവരില്ലല്ലോ. ഇല്ല നാരായണേട്ടാ, ഇത് മാണ്ടവന്റെ തലയിലൊരു തൂലാകാൻ ഞാൻ സമ്മതിക്കില്ല. ഈ 1.5 കാലം വെച്ച് ഞാൻ കോടതി കയറും, സാക്ഷി പറയും. ഒരു ദിവസം ആണ്ടവൻ ജയിലിൽ കിടക്കണം. ശിവ, ഞങ്ങൾക്ക് പോവാൻ പോയില്ലേ? ഇനിയിപ്പോ അതൊന്നും വേണ്ട. ആ പേരിൽ അവർ ഇനിയും വല്ല വഴക്കിനും വന്ന ഞങ്ങൾക്ക് ആരുമില്ല ശിവ, ആരുമില്ല. ചുറ്റിക പിടിച്ച് തഴമ്പിച്ച കയ്യാ, ഇരുമ്പടിച്ച് നേർപ്പിച്ച ചോരയാ. ഉലവലിക്കാൻ കെൽപ്പുള്ള കാലം വരെയും നിങ്ങൾ ആരും ഒന്നും ചെയ്യില്ല. ശിവന്റെ ഒരു കാലേ പോയിട്ടുള്ളൂ. വെറുതെ വിടില്ല ഞാൻ ആരായാലും. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ കള്ളക്കളിയും കളിക്കും അവൻ ജയിക്കുമെന്ന്. നീതി നിയമം കാശുള്ളവർക്ക് വേണ്ടിയാ. അപ്പൊ ശിക്ഷ കിട്ടിയത് വേറെ ഏതോ കേസിലല്ലേ? 6 മാസം തടവ്, ശരീരം നന്നാവും. ശിവ, എല്ലാരും കൂടെ ഞങ്ങളെ പറഞ്ഞ് പറ്റിച്ചു. അയ്യണ്ടിക്കാൻ പോയതല്ലേ, എന്റെ കാശ് കളയിച്ചു. എന്നെ പറഞ്ഞാ മതി. കണ്ട തെണ്ടികൾ പറഞ്ഞ് ഞാൻ എന്തിനാ കേട്ടെ? അതും പറഞ്ഞ് എന്നെ പറ്റിച്ചു. ഒറ്റക്കാലും വെച്ച് കോടതി ഇറങ്ങുന്നു. ഇയാളൊന്നും മേടിക്കും. എന്തെങ്കിലും പറയാം. ഇയാൾക്ക് ആ മരുന്നുമായിട്ട് വല്ല ഇടപാടുണ്ട്. ഇന്നാണ് അവര് തമ്മിൽ വർത്താനം പറയണ കണ്ടു. അല്ല ശിവേട്ട, ഇതിനെയൊന്നും നമ്പാൻ കൊള്ളൂല്ലേ? ഇനി ശിവേട്ട സൂക്ഷിക്കണം. ആ മരുന്നൊന്നും വെറുതെ ഇരിക്കൂല. എന്റെ കാശും പോയി, എല്ലാം പോയി. അമ്മക്കുട്ടിയെ ഉറങ്ങിയോ കള്ളീന്ന്? വരണുണ്ട് മൂക്കൂട്ടെ കുടിച്ചിട്ട്. ഈ അച്ഛൻ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് വെച്ചാ.
ഈ അച്ഛനെ കള്ള് മാറണ്. അപ്പോ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ നമുക്ക് നാട്ടിലേക്ക് അങ്ങ് പോയാലോ മോളെ? ഇവിടെയായ മോളുടെ മനസ്സ് കൂടുതൽ വിഷമിക്കുള്ളൂ. എങ്ങനെ ഇരുന്നതാ എന്റെ മോള്? ഇത്രയും ചീത്ത സ്ഥലമായിരുന്നെങ്കിൽ വാങ്ങാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. അതെങ്ങനെയാ? അച്ചാരവും കരാറും കഴിഞ്ഞ പിന്നെ അല്ലേ നമ്മൾ അറിയുന്നത്. നമ്മളെ കുടിയനായി പോയില്ലേ? അച്ഛനൊന്നും മിണ്ടാണ്ടിരിക്കണ്ടോ? അപ്പോ 2 ദിവസം കഴിഞ്ഞ് വണ്ടി ഏൽപ്പിക്കാലോ? തല ഇവിടെ കിടന്നോട്ടെ, മോക്ക് ഇഷ്ടമുള്ളപ്പോ വിറ്റാ മതി. ഇല്ല ശേഖരേട്ടന് ഉറങ്ങിക്കിടക്കണ മണ്ണാത്. അസ്ഥിത്തനെ തിരിവെക്കാൻ ആളില്ലാണ്ട് അനാഥാവാൻ പാടില്ല. ഞാൻ വരണില്ല. ഇങ്ങനെ പറഞ്ഞ ഞാൻ വിഷമത്തിലാവും. ഇനിയെങ്കിലും മോളച്ഛനൊന്നും മനസ്സിലാക്കി. അച്ഛനറിയാലോ, ആർക്കും ഞങ്ങളൊരു ശല്യാവില്ല. അവിടെ വന്ന ശേഖരേട്ടന്റെ വീട്ടുകാര് ഞങ്ങളെ കുറ്റപ്പെടുത്തും. ഒളിഞ്ഞും തെളിഞ്ഞും എന്റെ മോളെ ചീത്ത വിളിക്കും. എന്റെ മോളുടെ കണ്ണു നിറയെ സമ്മതിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം. അവരെയൊന്നും ഓപ്പോഴും നോക്കണ്ട. പറയണവരങ്ങനെ പലതും പറയും. എന്റെ ശേഖരേട്ടൻ മരിച്ചിട്ട് ഒന്ന് കാണാൻ പോലും വരാത്തവരവര്. എന്തും പറഞ്ഞുണ്ടാക്കാൻ മടിക്കില്ല. അങ്ങനെ ഉണ്ടായ എല്ലാരും എന്നെ ശപിക്കും. ഒക്കെ ഓപ്പോൾ മുന്നിൽ കണ്ടിട്ട്. നേരത്തെ ഉള്ള ഓപ്പോളല്ല. ഇപ്പൊ ഒരു ധൈര്യമൊക്കെ ഉണ്ട്. വിഷമിക്കല്ലേ ഓപ്പോളെ? എങ്ങനെയായാലും ഇനി ഈ നാട്ടിൽ താമസിക്കണ്ട. ഇവിടെ ആരും എങ്ങും പോണില്ല. പോവാണെങ്കിൽ അച്ഛൻ ഒറ്റയ്ക്ക് പോക്കോ. ഞാൻ ഓപ്പോളുടെ അവിടെ നിൽക്ക. ഇഷ്ടം പോലെ ചെയ്യേ, അവസാനമൊക്കെ അനുഭവിക്കേണ്ടി വരും. മുന്നേരൊലിപ്പിച്ചിരുന്നു ആരും ഉണ്ടാവില്ല. ഇരുത്തുപാറ ഇറങ്ങി വന്നേ, ഇരുത്തുപാറ ഇറങ്ങി വന്നേ. ഇറങ്ങ പോ. പോവില്ലേ? പോവും. 25 രൂപയാവും. ഒന്ന് നീങ്ങിരുന്നേട്ടാ. ഇത് വച്ചിക്കോ. സമയം കിട്ടുമ്പോ നീ വരണം. രാഗേന്ദു കിരണങ്ങീലമറിയ സിന്ദൂരേസ്മ എങ്ങും സക്കീല രാവുകൾ എങ്ങും സക്കീല പടങ്ങൾ. വായിക്കുന്നല്ലേ? ഇതാ ഞാൻ പറഞ്ഞ പയ്യൻ വിഷ്ണു. എന്റെ പേര് ലോനപ്പൻ. ഞാൻ വിഷ്ണു. എന്താ പേര്? കണ്ടാൽ അറിഞ്ഞൂടെ? സുന്ദരൻ. ലോനപ്പട്ടാ, നമുക്ക് വീണ്ടും കാണാം. പുതിയ വണ്ടിയാ, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ടല്ലോ. എന്താ പ്രശ്നം? കാറ് കേടായെന്നാ തോന്നുന്നേ. പണിവല്ലോ അറിയടേ. അറിയോന്നോ? എഞ്ചിന്റെ ഫ്രൈഡ് റൈസ് ഇളകിയിരിക്കുക. ഫ്രൈഡ് റൈസാ? പ്രശ്നമില്ല, നടപടി ഉണ്ട്. കാറിന്റെ പണി അറിയാം? അറിയോന്നാ? എങ്കിൽ കാലത്തോട്. ആഹാ, അപ്പൊ എന്നെ ഇതുവരെ കണ്ടുവരുന്നില്ലേ? ഇല്ല. മിസിയ വർക്ക്ഷോപ്പിലെ ലോനപ്പേട്ടന് വർക്ക്ഷോപ്പ് ഉണ്ടാക്കി കൊടുത്ത ആരാ? ഈ ഞാനാ. അവിടെ കംപ്ലീറ്റ് ഞാനാ, ഞാൻ മാത്രം. അവിടെ എന്റെ വൺമേശോയാ. പിന്നെ ഇപ്പൊ കുറച്ച് കാറ്റ് കൊള്ളാൻ ഇറങ്ങിയെന്ന് മാത്രം. എന്തോ ഒരു വിശ്വാസമില്ലാത്ത പോലെ. ഇത് കണ്ടിട്ടുണ്ടാ? ആൽബോ തെളിവുകളാണിത്, തെളിവുകൾ. ഒരു സൂപ്പർ മെക്കാനിക്കിന്റെ തൊഴിൽ സർട്ടിഫിക്കറ്റുകൾ. നോക്കിക്കോ, നോക്കുന്നൊക്കെ കൊള്ളാം, പക്ഷേ കണ്ണിടരുത്. കൊള്ളാലോടാ തള്ളേ രാമകൃഷ്ണ. നീ ആള് കൊള്ളാമല്ലോടാ. ഇനി ഞാൻ തുടങ്ങട്ടെ. തള്ളേ രാമകൃഷ്ണ, നീ കാർ ഓപ്പറേറ്റ് ചെയ്യാൻ പോകണ്ടേ? ഇതും ഒരു ഓപ്പറേഷൻ.
ശരിയായി. ഇനി ഒന്ന് വണ്ടി സ്റ്റാർട്ടാക്കി നോക്കി. കുഴപ്പമില്ല. നിന്റെ പേരെന്താണ്? സുന്ദര? സുന്ദരൻ. സുന്ദരനാ? സുന്ദര തള്ളടാ. നിങ്ങൾ വണ്ടി എന്നാക്കിയോ വണ്ടി പോണ പോക്കണ്ട. പോട്ടെ. തള്ളേ, ആവേശ. ബ്രേക്ക് കിട്ടുന്നില്ലടാ. നീ വിളിക്ക്. നീ വിളിക്ക്. സ്വാമി. സ്വാമി. സ്വാമി ഭാവി ഭൂതം. ഭൂതമൊന്നുമില്ല, ഞങ്ങളുടെ ഭാവിയും ഭൂതം അറിയാൻ വേണ്ടി വന്നതാ. ഭാവി അറിയാൻ വന്നിരിക്കുന്നു അല്ലേ? ആട്ടെ, നാളെന്താ? നാളെ വെള്ളിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ. അതല്ല നാം ചോദിച്ചത്. നക്ഷത്രം എന്താണ്? മൂലം. നിങ്ങൾ നശിപ്പിക്കാൻ ഒരാൾ അവിടെ ഇരിപ്പുണ്ട്. അതാരാണെന്ന് നാം പറയാം. 2 കണ്ണും 1 മൂക്കും 2 ചെവിയുമുള്ള ഒരു അസാധാരണ വ്യക്തി. ഉറപ്പാ? ലോനപ്പേട്ടൻ തന്നെയാ. ആരാണ് ഈ രാജപ്പൻ? ഒരു കശ്മലൻ. അത്രമുത്തല തവളാച്ചി ചുക്കുമരക്കട് ചുളാപ്പ മറിയം വന്ന് വിളക്കൂതി. ഓം കശ്മലായ നമഃ. നിങ്ങളിൽ ഒരു നടൻ ഒളിഞ്ഞിരിപ്പുണ്ട്. എന്നിൽ വല്ല ഒളിഞ്ഞിരിപ്പുണ്ടോ സ്വാമി? ഉണ്ട്. ഒരു കള്ള ലക്ഷണം. അയ്യേ സ്വാമി, എനിക്ക് ഒരുപാട് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. നാം അറിയുന്നു. എനിക്കും കിട്ടണം അവാർഡ്. എനിക്കൊരു നടനാവണം. ആട്ടെ, അമ്മയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടോ? ഇല്ല. ചേംബറിൽ എന്താണ് പ്രശ്നം? അറിയില്ല. മെമ്പർഷിപ്പ് എടുക്കാതിരിക്കാൻ നല്ലത്. നല്ല കാലത്ത് തനിക്ക് ഗുണം പിടിക്കും. സ്വാമിക്ക് നല്ലത് വരട്ടെ. താങ്ക് യു, താങ്ക് യു. അയ്യപ്പനടുത്താണോ നിന്റെ പുലിക്കളി? പക്ഷേ ലക്ഷ്യസ്ഥാനത്തെത്താൻ ഒത്തിരി കടമ്പകൾ കടക്കേണ്ടിയിരിക്കുന്നു. അതിനെന്താണ് പ്രതിവിധി സ്വാമി? ഞാനൊരു മന്ത്രം പറഞ്ഞുതരാം. ചെയ്യുമോ? അമ്മയാണ് സത്യം ചെയ്യും. മുഖമുദ്രയിൽ തെളിഞ്ഞ് കാണുന്നുണ്ട്. പട്ടണത്തിൽ സുന്ദരൻ എന്നല്ലേ നാമം. അതെ. തന്നെ ഒരു ആദാമിന്റെ വാരിയിൽ പിങ്കാമി തുടരുന്നുണ്ട്. നയം വ്യക്തമാക്കട്ടെ. സ്വാമി അയ്യപ്പന് ഹൃദയം ഒരു ക്ഷേത്രത്തിൽ വിചാരണ കൊടുക്കൂ. 100 പവനും 300 കോടിയും. 300 കോടിയാ? കാര്യം നിസ്സാരം, പ്രശ്നം ഗുരുതരം. ഒരു CBI ഡയറക്ടർ വാർത്ത പോലെ കണ്ടത് പറയല്ല. അനുഭവങ്ങൾ പാലിച്ചകെ. സത്യമല്ലേ? സത്യമാണ് സ്വാമി. അക്കരെ 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 അങ്ങ് എറണാകുളം നോർത്തിൽ വളവിൽ തിരിവ് സൂക്ഷിക്കുക. പനി തീരാത്ത വീട്, ബാർഗൽ നിലയം, അച്ഛനും ബാപ്യമായ കായംകുളം കൊച്ചുണ്ണി, എടുത്തു വളർത്തിയ അനിയത്തിപ്രഭ രാധ. രാധ എന്ന പെൺകുട്ടി ഒരു മെയ് മാസം പുലരിയിൽ സുന്ദരനിയും സുന്ദരഞാനും കളിവക്ക് ചൊല്ലി കണ്ടു കണ്ടറിഞ്ഞു. പ്രേമലേഖനം, ദിനരാത്രം, നക്ഷത്രം, ആലിംഗനം. എങ്ങനെ നീ മറക്കും അവളുടെ രാവുകൾ? സത്യമല്ലേ? സത്യമാണ് സ്വാമി. ചോറ്റാനിക്കരമ്മ ഭക്ത ഹനുമാനാണ് സത്യം. ശിവസുന്ദരം ഒരു അർദ്ധരാത്രിയിൽ താൻ ഏകനെ സൂര്യവനത്തോട് മിന്നും വരവേ. കനൽ കാറ്റേറ്റി ചാമരം കരിമ്പരകൾ അടി അടി വേരുകൾ പിഴുതു വീണു. ഒരു മൂർഖന്റെ സ്പർശമേറ്റി കരിയിലെ കാറ്റ് പോലെ താൻ നിലംപതിച്ചു. ഇടവഴിയിൽ ഒരു കാലച്ച, കുട്ടേട്ടൻ, പ്രിൻസ്, TP ബാലഗോപാലൻ MA എന്നീ ഫ്രണ്ട്സുകൾ സിറ്റി പൈസാർ ഹോസ്പിറ്റലിൽ എത്തിച്ചു. 1 മുതൽ 0 വരെ സുഖം സുഖാകരം. തന്റെ സ്വന്തം ജാനേക്കുട്ടി ഒരു നോക്ക് കാണാൻ കുതിച്ചു. കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് ഒരു കാട്ടി തീ പോലെ അരവന്റെ രഹസ്യം അങ്ങാടി പാട്ടായി. കാതോട് കാതോരം മലപ്പുറം ഹാജി മഹാന ജോജി തന്റെ ഡാഡിയുടെ കുബിച്ചിയിൽ 1921 3 മാസങ്ങൾക്ക് മുമ്പ് മലയാള മാസം ചിങ്ങ് 1 ഏപ്രിൽ 19 ഒരു സ്ഫോടനത്തിൽ രാധയുടെ അസ്തമയം. രാധ എന്ന് പെൺകുട്ടി പറന്ന് 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 അങ്ങ് നോക്കാത്ത ദൂരത്ത് കണ്ണു നട്ടു പറയാം. അമ്മയാണ് സത്യം. മണിമുത്തിൽ 1000 ശിവരാത്രിയിൽ ആകാശം എന്ന നാമത്തിൽ യക്ഷിയായി ചുവന്ന കണ്ണുകളുടെ തന്നെ മാത്രം ലക്ഷ്യമാക്കി നീങ്ങുന്നു. കാര്യം നിസ്സാരം, പ്രശ്നം ഗുരുതരം. ഒരു CBI ഡയറക്ടർ വാർത്ത പോലെ കണ്ടെത്തിക്കിട്ട് പറയല്ല. ഞാനൊരു മാന്ത്രികം പറഞ്ഞുതരാം. ചെയ്യുമോ? ചെയ്യാം സ്വാമി. അമ്മയാണ് സത്യം ചെയ്യും. അമ്മയാണ് സത്യം. 10 ഉദയത്തിങ്കൽ പത്മതീർത്ഥത്തിൽ മുങ്ങി ബ്രഹ്മചാരിയായി അഗ്നിസാക്ഷിയാൽ 101 രാവുകൾ, രതി നിർവേദം, അവളുടെ രാവുകൾ, പാവം ക്രൂരൻ, കാമസൂത്രം എന്നീ ചിത്രത്തിൽ സെൻസർ ബോർഡ് കട്ട് ചെയ്ത് ഒരു നോക്ക് കാണാൻ കൊതിച്ചവ 2 മുഴ പ്ലേയേഴ്സ് 1 കാട്ടുതുളസി, ചെമ്പരത്തി, ആവശ്യം പോലെ. ഇനി പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കും. അവിടെ നിൽക്കും. ഇവിടെ ഒരു മങ്കമ്മയെ കൂട്ടിനെ വിളിച്ച് ഈ പുഴയുടെ വാനത്ത് കൊട്ടാരത്തിലെത്തുക. മണിച്ചിത്ര താഴ്ന്നുറന്ന് ഉള്ളത്തെ അളിത്ത വീണ്ടും പ്രഭാതം പച്ച വിളിച്ചെത്തി ഗ്രാമപഞ്ചായത്ത് വഴി ചന്തവഴി വിലങ്ങണിഞ്ഞ കൈയുമായി ഇതാ ഇവിടെ വരെ എന്ന് പറഞ്ഞ് നീങ്ങുക. ദിവസ്തംഭം മഹാചര്യം. എനിക്കും കിട്ടണം ധനം. കാശോ തരില്ലേ? വായിലെ വെള്ളം പറ്റിച്ചിട്ട് കാശേരിയല്ലേ തെണ്ടി. ഒരു സംശയം ചോദിച്ചോട്ടെ, സ്വാമി ഏത് പടത്തിന്റെ പ്രൊഡ്യൂസർ ആയിരുന്നു? പടം പിടിച്ച് കാശ് പോയതുകൊണ്ടാണ് ഈ പണിക്കിറങ്ങിയത്. ഇവിടെയും ജീവിക്കാൻ അനുവദിക്കല് തെണ്ടികൾ. കാശില്ലാതെ ഭാവി അറിയാൻ വന്നിരിക്കുന്നു പാവികൾ.
വൃത്തികെട്ട ഒരു മുട്ട. വലട്ട് 6 പൊറോട്ട 8 മുട്ടയും. ഓ നല്ല മുട്ടിടുന്ന കോഴിയൊന്നും ഇന്നാട്ടിലില്ലേ? കൈക്കൊക്കെ ഒരു ചീഞ്ഞ മണം. മൂക്ക് മുട്ട തന്നിട്ട് പറയണായിട്ടില്ലേ വൃത്തികെട്ടവൻ. വാലട്ടാ ഇപ്പൊ കാശില്ല, ബാക്കി പിന്നെ തരാം. പറ്റേൽ എഴുതി മഷി തീർത്തല്ലാതെ ഒറ്റ പൈസ തീർത്തിട്ടുണ്ടോ നീ? ഞാൻ തരാം. ഇത് എന്ന് മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങിയതാണ്. ഞാൻ ഈ നാട് വിട്ടൊന്നും പോണില്ലല്ലോ. പോവാണെ തന്നെ രണ്ട പറ്റെടുത്തിട്ടേ പോവും. പോവല്ലേ, ഇതിവിടെ ഇരിക്കട്ടെ. ഒരു മെക്കാനിക്കിനെ അപമാനിക്കരുത് ബാലേട്ടാ, പ്ലീസ്. ഒരു പ്ലീസും ഇല്ല സുന്ദര. നിന്നെ ആ ലോനപ്പച്ചേട്ടൻ പറഞ്ഞു വിട്ടതല്ലേ, പിന്നെ എങ്ങനെ കടം തീർക്കുന്ന? പറഞ്ഞു വിട്ടോന്നല്ല, ഞാൻ പോന്ന. എനിക്ക് ബോംബെക്ക് ഒരു വിസ കിട്ടി. എവിടേക്ക്? ബോംബെക്ക്. ബോംബെക്കാ? അപ്പൊ നിന്നെ കാണാൻ കുറെ നാള് പിടിക്കുമല്ല. സമയം കളയാതെ എന്റെ മോൻ പോര്. ഞാൻ തരാൻ പാലേട്ടാ. എനിക്കാരുടെ ഓശാരൊന്നും വേണ്ട. ഓശാരല്ല, ഒരു കൂട്ടുകാരൻ ചെയ്യണ ചെറിയൊരു സഹായം. കാശുണ്ടാകുമ്പോ തിരിച്ചു വന്നോ. ഇവനെ കൊണ്ട് പണിയെടുത്ത് തിന്നാൻ പോലും നീ സമ്മതിക്കില്ലേ വിഷ്ണു? ബാലേട്ടൻ കൊള്ളാം, പക്ഷേ ബാലേട്ടന്റെ സ്വഭാവം തീരെ ശരിയല്ല. വെല്ലുവിളിയൊന്നും വേണ്ട. ജയിലിൽ നിന്ന് വന്ന നിന്നെ കൊന്ന് ചോര കുടിച്ചിട്ട് ജലപാനം ചെയ്യുമെന്ന് എന്റെ കൈ പിടിച്ചിട്ട് ആണ്ടവൻ പറഞ്ഞേ. അപ്പൊ ഞാനായിട്ടൊന്നും ചെയ്യില്ല, മറ്റുള്ളവരെ കൊണ്ടും. ആണ്ടവന് വേണ്ടി ഒഴിഞ്ഞു വെച്ച നേർച്ചക്കോഴിയാ നീ, മറക്കണ്ട. ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ, ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ, താഴം പൂവോ താമരത്താഴോ തേനോ തേനിലാവോ, തൊട്ടൊരു മീനാട്ടെ തൊട്ടാവാടി പെണ്ണ. എവിടെ നോക്കാണ് വണ്ടി ഓടിക്കുന്നത്? ഇറങ്ങി വേണം അവിടെ. ഒരു ഷടാക്ക് വണ്ടികളെ കൊണ്ട് വരും ആളെ കൊല്ലാൻ. എന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടാ. നിന്റെ ബമ്പർ ഇളക്കിട്ട് തന്നെ കാര്യം. ആളില്ലേ? അതിനിടയ്ക്ക് ഇറങ്ങി ഓടിയോ? ഓടിക്കോ ഓടിക്കോ, നീ എവിടെ ഓടിയാലും ഇതിന്റെ നമ്പർ എന്റെ കയ്യിലുണ്ട്. അവന്റെ ഒരു വണ്ടിയാണ്. ഹോസ്പിറ്റൽ അടുത്തെങ്ങനെ ഉണ്ടോ എന്തോ എന്റെ കാല്. ഇല്ല ഇല്ല, അടുത്ത ആഴ്ച ഞാൻ ലണ്ടനിലേക്ക് പോവും. എന്റെ കാല്. എന്തൊരു കനാത്. അപ്പൊ നിങ്ങളോ? സത്യത്തിൽ ആരാ ഡോക്ടർ? ഓ മനസ്സിലായി, നിങ്ങളാണല്ലേ ഡോക്ടർ. ഞാനാ ഡോക്ടർ. അത് തന്നെ പറഞ്ഞത്, പക്ഷെ കണ്ടപ്പോന്നില്ല കേട്ടോ. എവിടെയോ കണ്ടൊരു പരിചയം. എവിടെ ആയിരിക്കും? എന്താ പേര്? അതൊരു നീണ്ട കഥയാണ്. എന്റെ അച്ഛന്റെ പേര് ഗോപാലൻ, അമ്മയുടെ അച്ഛന്റെ പേര് കൃഷ്ണൻ. അച്ഛന് നിർബന്ധം ഗോപാലൻ എന്ന് പേരിടണമെന്ന്, അമ്മയുടെ നിർബന്ധം കൃഷ്ണൻ എന്ന് പേരിടണമെന്ന്. വഴക്കായി അടിപൊളിയായി. അവസാനം നാട്ടുകാർ ഇടപെട്ട് ഒരൊത്തു തീർപ്പിലെത്തിച്ചു. ഗോപാലകൃഷ്ണൻ എന്ന് പേരാക്കി. അല്ല, എന്റെ സ്വഭാവം അനുസരിച്ച് അത് ചേരുവേ. പക്ഷെ ഞാൻ എന്റെ പേരൊന്ന് പരിഷ്കരിച്ചു, ഗോകുൽ എന്നാക്കി മാറ്റി. നല്ല പേര്. എവിടെയോ കണ്ട ഒരു പരിചയം. ഒരു പരിചയമില്ല. എന്താ അസുഖം? അസുഖം എന്ന് പറഞ്ഞ എന്റെ കാലിനൊരു ആക്സിഡന്റ് പറ്റി. അപ്പം പരിശോധിക്കേണ്ടി വരും. ഷർട്ടയക്കണ്ട, പോക്കറ്റിലുള്ള ഇവിടെ വെച്ചോളൂ. അടിച്ചു മാറ്റാം. അല്ല, ഇത് എവിടെ വെച്ചാണ് കണ്ടത്? നമ്മൾ തമ്മിൽ ഒരു പരിചയമില്ല. അതെ, വയസ്സെത്രയായി? വയസ്സെന്ന് പറയുമ്പോ ഒരു 10-49 വരും. 49 വയസ്സോ? കണ്ടിട്ട് കുരുമുളക് പോലുണ്ടല്ലോ. ഇപ്പൊ എനിക്ക് നിങ്ങളെ ശരിക്കും മനസ്സിലായി. നമുക്ക് പരിശോധിക്കാം. കാർബോറേറ്റർ കംപ്ലൈന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ആക്സിലേറ്റർ ഒന്നുകൂടെ വെച്ച് ക്ലച്ച് വിട്.
അതെ കാലിലാണ് രോഗം, അത് നെഞ്ഞിലേക്ക് വ്യാപിക്കും. അങ്ങനെ ഉണ്ടായ ചരിത്രങ്ങളുണ്ട്. ആ ആക്സിഡന്റ് വിട്, ക്ലച്ച് വിട്. ഇപ്പൊ നിങ്ങൾ ആരാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി. നിങ്ങളല്ലേ? ഞാനല്ല. നിങ്ങളല്ലേ? ഞാനല്ല. നിങ്ങൾ തന്നെയാ ഡോക്ടർ സുന്ദർ? ഞാനല്ല. അതെ. നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അതെ, അതെങ്ങനെ മനസ്സിലായി? മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? അത് തന്നെ വെണ്ടക്കേഷണത്തിൽ ഡോക്ടർ സുന്ദർ MBBS FRCS ലണ്ടൻ എന്ന് എഴുതിയിരിക്കുന്നത്. മണ്ട നീ ഇവനാടാ ഡിഗ്രി എടുത്തോണ്ട് ഇറങ്ങിയിരിക്കുന്നു. കിട്ടിയതായി. ഇനി എല്ലാ വീട്ടിലും ചെന്ന് പറയണം, പരമാവധി കുട്ടികളെ കിട്ടിയാ അത്രയും നല്ലതാ. ശരിയെന്തോ, വെറുതെ ഇരിക്കണേക്കാളും നല്ലതാ. 4 അക്ഷരം പഠിപ്പിക്കായി, ചെറിയൊരു വരുമാനവും. ആ നേഴ്സറി സ്കൂൾ ആവുമ്പോ അതിന് വാടക അധികം വരില്ല. ശിവേട്ടൻ എനിക്കൊരു സഹായം ചെയ്യോ? ഇവിടെ എന്നെ അറിയണ ആരും ഇല്ലല്ലോ. വീടുകളിലൊക്കെ പോവാൻ ശിവേട്ടനൊന്ന് വരുവോ? എനിക്ക് പറ്റണ എന്ത് സഹായം ഞാൻ ചെയ്യാം. എന്നാ വരണ്ടേന്ന് മാത്രം പറഞ്ഞാ മതി. നാളെ പോയാലോ? ഞാൻ വീട്ടിലുണ്ടാവും. എന്നാ രാവിലെ ഞാൻ വീട്ടിലേക്ക് വരാം. ശരി എന്നാ പോട്ടെ. ശിവേട്ടാ, ഈ ശിവേട്ടൻ ഇന്ന് എവിടെ പോയി? ശിവേട്ടാ, ശിവേട്ടാ, ഇതുവരെ എഴുന്നേറ്റില്ലേ? മണി എത്രയായിന്നാ? ഒന്ന് എഴുന്നേക്ക് ശിവേട്ടാ. സോറി, ശിവേട്ടനെന്ന് കരുതിയാ ഞാൻ. സോറി ട്ടോ. എന്താ പറയാണ്ടെന്ന് പറഞ്ഞ്? പറ, എന്താ പ്രശ്നം? എന്നെ നീ ഒന്ന് സഹായിക്കൂ. ആദ്യം നീ കാര്യം പറ, എന്നിട്ട് വേണമല്ലോ തീരുമാനം. എനിക്കൊരാളെ ഇഷ്ടാ. കാണുമ്പോ തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറയണ പോലൊന്നല്ല, എന്റെ ജീവന്റെ ഭാഗാന്നൊരു തോന്നല്, പറയാനാവാത്തൊരടുപ്പം. ഓ, ബ്രോക്കർ വണ്ടി. കേക്കട്ടെ കേക്കട്ടെ, ആരാ കക്ഷി? ഏതാ? എന്തു? ഏത്? മറ്റതാ? അവളാ? വീണ? ഞാനതിന് ഇതുവരെ അവളോട് സംസാരിച്ചിട്ട് പോലുമില്ല. ബെസ്റ്റ് കക്ഷി. എന്തെങ്കിലും പറയാനൊരു ധൈര്യം കിട്ടണില്ലടാ. ആ, അവത്തെ സഹായിക്കേണ്ടത് കൂട്ടുകാരുടെ കടമയല്ലേ, പ്രത്യേകിച്ചും ഇതുപോലുള്ള ഘട്ടങ്ങളിൽ. പക്ഷേ നീ ചെലവ് ചെയ്യണം. ഓക്കെ ഓക്കെ. ടീച്ചർ പൂച്ചയെ വരച്ചതുണ്ടോ? എല്ലാവർക്കും ഇഷ്ടമായോ പൂച്ചയെ? ആ, എന്താ ടീച്ചർ ഇനി കാക്കയെ വരയ്ക്കാൻ പോവാ. എല്ലാരും നോക്കിയേ. കാക്ക, പൂച്ച, കാക്ക, പൂച്ച. ആ, എല്ലാവർക്കും മനസ്സിലായോ? എന്നാ ടീച്ചറിന് ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. പറഞ്ഞേ. കാക്ക, പൂച്ച, കാക്ക. എന്നാലും ഇതിന് എന്നാ പറ്റിയെന്നുള്ളതാ. എടാ നോക്ക് നോക്ക്. എങ്ങോട്ട് നോക്കാൻ? എടാ നാപ്പ എന്തുന്ന് നോക്കാൻ. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആദ്യം നീ അവളെ നോക്കിച്ചിരിക്കണം, രണ്ടാമത്തെ നോട്ടത്തെ ചിരിത്തിരി ദുഃഖത്തിലാക്കണം, മൂന്നാമത്തിന് വലതുകൾ നടിക്കണം. സംഭവം ക്ലീൻ. അവള് വീഴും. എടാ അവള് നോക്കിയില്ലെങ്കിലോ? ഏഷ്യാനിൽ ഒരു പരസ്യം കൊടുക്കണം. അല്ല പിന്നെ ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോഴാ അവന്റെ തമാശ. നീ ചൂടാവല്ലേ, എനിക്കൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തോണ്ടല്ലടാ. ശരി ശരി. എന്ത് പറ്റി വണ്ടിക്ക്? എന്ത് പറയാനാട്ടാ, വണ്ടി കേടായി. 12:30 ടൗണിൽ എത്താനുള്ളതാ. ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കിയേ. നോ രക്ഷ, ഒരു രക്ഷയില്ല കേട്ടോ. ഇനി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കിയേ. വണ്ടി സ്റ്റാർട്ടായി. എടാ വിഷ്ണു, വണ്ടി സ്റ്റാർട്ടാടാ, വണ്ടി സ്റ്റാർട്ടാടാ വിഷ്ണു. നീ വണ്ടി എടുത്ത്. മതി മതി, നിന്റെയൊക്കെ പ്രായം കഴിഞ്ഞിട്ട് തന്നെടാ ഞാനും വന്നത്. അനിയന്മാരൊന്ന് പോയേ. വിട്ടോ വിട്ടോ, മക്കള് വണ്ടി വിട്ടോ.
ചിമ്മും താരത്തെ സ്നേഹത്തിൻ തോണിയിലേറി കൂടെ പോരുന്നു. ചേലേറും തോണിയിലുണ്ട് ആടച്ചെല്ലപ്പെട്ടി അണിയിക്കാം നിന്നെ ഞാനെൻ പൊൻതേടമ്പേ. നിന്ന മൂളി വരുന്നു ചെല്ലത്തുമ്പി പൂവൽ തുമ്പി ആരോമല പൂന്തിങ്കൾ ഉറക്കമായോ. ഓഹോ മഴയും ഗീതം പോലെ ഏകജാലമായി വെണ്ണിലാവിൻ സുന്ദരി അനയുമോഹി. മെല്ലെ മെല്ലെ തൂമഴ വന്നു ഊയലാടും ഓലയായി കാലി ചാത്തും ഞാൻ അവളെ കൂടെ അണച്ചേടും. ലോലലോലമായി തൂവലിനാൽ പൈങ്കിളി എഴുതിരട്ടെ. പാടും നാടൻ ശീലി പീലിയാടും മയിലും പെണ്ണെ എന്നോമലിൻ കൂടെ ആടാൻ വന്നിടാമോ നീ. ഓഹോ പൈപ്പ് മുറിക്കോ? വന്നോ? സാധനങ്ങൾ ഇവിടെ? അയ്യോ മറന്നു കേട്ടോ. എന്നോട് നുണ പറയണോ നീ? ലിസ്റ്റ് കളഞ്ഞു പോയി എന്ന് പറഞ്ഞാ ഞാൻ നിന്നെ വല്ലതും പറയുവാടാ? അതുകൊണ്ടൊന്നല്ല, റോഡിൽ നിന്ന് കിട്ടിയാന്ന് പറഞ്ഞ ഒരു ചെക്കൻ ഇവിടെ കൊണ്ട് തന്നതാ. എന്നാലും ഇത് ഇവിടുത്തെ ലിസ്റ്റാണെന്ന് എങ്ങനെ മനസ്സിലായി ആ ചെക്കന്? ഈ പഞ്ചായത്തിൽ എവിടെ ചേട്ടൻ ലിസ്റ്റ് കാണാലും പെട്ടെന്ന് മനസ്സിലാവും. അത്രയ്ക്ക് ഫേമസ് അല്ലേ ലോന പഞ്ചായത്തെ? ഇല്ലടാ വിഷ്ണു? അതെ അതെ അതെ. എന്താ ഒരു ചുറ്റിക്കളി? എന്ത് ചുറ്റിക്കളി? ഒന്നുമില്ല. കൊളാക്കിയല്ലേ. ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞാ നിനക്ക് വിഷമം തോന്നരുത്. എടാ നിനക്ക് അവള് വീഴില്ല. നമുക്ക് വേറെ ഒരെണ്ണത്തിന് നോക്കാം. തന്നെയുമല്ല, നീ അവളുടെ പിന്നാലെ നടക്കുന്ന ആ തന്തയുടെ ചെവിയിലെത്തിയിട്ടുണ്ട്. നീ പിണങ്ങി പോവാ? പിണങ്ങി പോകുന്നില്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. വണ്ടി സ്റ്റാർട്ടാകല്ലേ? എന്താ നിന്റെ തീരുമാനം? ഞാൻ പറഞ്ഞില്ലേ. എടാ ഈ ഫീൽഡിൽ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാനാ പറയുന്നത്. നിനക്ക് അവളെ കൊടുങ്ങൂല. നീ വെറുതെ മഞ്ഞു കൊള്ളണ്ട. നിനക്ക് അവളെ കിട്ടുകയില്ല, അവള് നിന്നെ ഇഷ്ടപ്പെടുകയില്ല. നമുക്ക് കാണാം. ഓ കാണാം. എടാ വിഷ്ണു, ഞാനും വരുന്നതാ. എടാ വിഷ്ണു, എലിവാണം വിട്ട പോലെ അവനങ്ങോട്ട് പോണ്. ഒന്നുമില്ലാണ്ട ഒരുത്തൻ നിന്റെ കയ്യിൽ എഴുത്തുകൊണ്ടി തന്നെ. ഇതൊക്കെ കേട്ട് മിണ്ടാതിരിക്കാൻ നിന്റെ തന്ത ചത്തുപോയിട്ടൊന്നുമില്ലല്ലോ. ആളുകളെ കൊണ്ട് അതും ഇതും പറയിപ്പിച്ച കൊന്നുകളയും ഞാൻ. ഒന്നും മിണ്ടാണ്ടിരിക്കണ്ട അച്ഛാ, മനുഷ്യന് കേൾക്കും. വെറുതെ വെറുതെ അല്ല, പലരും പറയുന്നുണ്ട്. പറയണില്ല, പറഞ്ഞാ കൂടി പോവും. സാരയില്ല മോളെ, ഇനി അങ്ങനെ ഉണ്ടാവരുത്. കരുതന്നെ. എനിക്ക് നീയും അമ്മും ഭേദമില്ല. ഒരു ചെറിയ തീപ്പരി മതി ഒരു വീട് കത്തി നശിക്കാൻ. അതുപോലെ തന്നെയാ ഒരു പെണ്ണിന്റെ ജീവിതം.
കത്തി നശിച്ച ഒരുപിടി ചാര. അച്ഛാ, ഇക്കാര്യം ശിവേട്ടനോട് സൂചിപ്പിക്കണേട്ടോ. ഉപദേശിക്കല്ല വേണ്ടത്, കയ്യും കാലും തല്ലി ഒടിക്കുക ചെയ്യേണ്ടത്. മാനം മര്യാദയ്ക്ക് പെൺപിള്ളേർക്ക് വഴി നടക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആ അപ്പൊ എത്രേ തന്നാ മതി. താൻ പറഞ്ഞോ? സാറ് തന്നാ മതി. സാറേ, ആണ്ടവൻ എന്നാ പുറത്തു വിടണേ? 1 മാസത്തിനേ ഉണ്ടാവും. എന്താടോ? ഒന്നുമില്ല. ഇന്ദുനോട് ദേഷ്യ? എന്തിനാ അങ്ങനെ ഇഷ്ടമില്ലാത്തവരെ പിറകെ നടക്കുന്നതെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അതിന് പറഞ്ഞാ കേക്കണ്ട എന്റെ മനസ്സ്. എന്നെ ഇഷ്ടപ്പെടണം, സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞ് അപേക്ഷിക്കാനല്ലേ എനിക്കാവൂ. അല്ലാതെ നിർബന്ധിക്കാൻ ഞാനാരാ? എന്ത് തെറ്റാ ഞാൻ ചെയ്ത്? എന്നെ ശല്യപ്പെടുത്തരുത്, അപേക്ഷിക്കുക. നിങ്ങളെപ്പോലെ നല്ലൊരു മനുഷ്യന്റെ മകളെയാണോ അവന് കെട്ടിച്ചു കൊടുത്തത്? എന്റെ മോനെ പറ്റിപ്പോയി. മോനോട് തുറന്നു പറയാലോ, ശേഖരൻ കാശുള്ള കുടുംബത്തിലെയാ. എന്റെ വസുന്ധരേനെ കെട്ടാൻ വീട്ടുകാരെ എതിർത്തപ്പോ നിങ്ങളുടെ ചില്ലി കാശ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്ന ശുദ്ധനാ, വെറും പൊട്ടൻ. ഇപ്പോഴായിരുന്നെങ്കിൽ മോനെ പോലെ ഒരുത്തിനെ ഞാൻ അവളെ കൊടുക്കുമായിരുന്നുള്ളൂ. അതിന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മോനെ ഇത്തിരി മൂത്തതെടുത്തോ? ആവശ്യം പോലെ തരാം, എത്ര വേണമെങ്കിലും കുടിച്ചോ. പിടി. ഇളയ മോക്ക് കല്യാണമൊക്കെ ആയോ? ഏയ്, കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ, വേറൊരു കാര്യമുണ്ട്, മോനോട് പിന്നെ പറയാം. എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് പറയാൻ മടിക്കരുത്. സ്വന്തം ആളായിട്ട് കരുതിയാ മതി. അത് വൈകി. ശരി ഒപ്പോളെ, അമ്മ അച്ഛൻ്റെ അടുത്ത് കരയാണ്ടിരിക്കണ്ടാവും അല്ലേ ഒപ്പോളെ? വരുന്നുണ്ട്, ഞാനൊന്ന് മുട്ടി നോക്കാം. ഒന്നേ, നമ്മൾ തമ്മി പരിചയമില്ല, പക്ഷെ ശേഖരനെ ഞാൻ അറിയും. അല്ല, ചന്തയിൽ വരാൻ വൈകിയോ? ഇപ്പൊ പച്ചക്കറിക്കൊക്കെ എങ്ങനെ വിലയുണ്ടോ? ഇതൊക്കെ ബാക്കി വന്നതാണോ? നമ്മളൊക്കെ ഹോട്ടലിൽ നിന്നാണേ എല്ലാം. നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കണമെന്ന് ഒത്തിരി നാളായി ഞാൻ വിചാരിക്കും. അല്ല, അച്ഛനോട് ഞാനത് സൂചിപ്പിക്കുകയും ചെയ്തു, പക്ഷെ എന്ത് ചെയ്യാം, സമയം കിട്ടിയില്ല. ഇത് അനീതിയല്ലേ? തിരക്കാണോ? അല്ല, ശേഖരം മരിച്ചേ പിന്നെ പണത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും ഇല്ലേ? ഏയ് ഇല്ല. ഓ, അഭിമാനിയാണല്ലേ. പക്ഷേ കാശില്ലെന്ന് തുറന്നു പറഞ്ഞില്ലേലും എനിക്കറിയാമുണ്ടെന്ന്. ഞാനൊക്കെ നിങ്ങളെപ്പോലുള്ളവരെ ഒത്തിരി സഹായിക്കും. ദൈവം അതിനുള്ളതൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. നല്ല രീതിയിൽ കൊച്ചിനെ വളർത്തുകയും ചെയ്യാം, ഇഷ്ടം പോലെ കാശും തരാം. ഞാനൊരു പണിയൊക്കെ തരപ്പെടുത്തി തരട്ടെ? എന്താ? പട്ടി, ഭർത്താവ് മരിച്ച പെണ്ണുങ്ങൾക്കൊക്കെ ജോലി കൊടുക്കാൻ നിങ്ങൾക്കൊക്കെ 100 കൈയാണല്ലോ അല്ലേ? അവന്റെ ഒരു സഹതാപം കൊണ്ട് വന്നിരിക്കുന്നു പട്ടി. നടക്കങ്ങോട്ട്. ഇത് പരുന്തും കാലേ പോവും.
വാ അമ്മുക്കുട്ടി പോവാ. എന്തു വന്നില്ലേ? ഇല്ല. ഞാൻ വിചാരിച്ച ഒരു തമാശക്കാണ്. നീ ഇത്രയും സീരിയസ് ആയിട്ടാണ് ആരറിഞ്ഞ്? ചങ്ക് തുറന്നു കാട്ടിയിട്ട് മനസ്സിലാവാത്ത അവളോട് ഇനി എന്ത് പറയാനാ? നീ കുറെ കാശുണ്ടായി കൊടുത്തിരുന്നെങ്കിൽ അവള് നിന്റെ കാൽക്കീഴിൽ വീണേനെ. എന്തു അത്രക്കാരിയല്ലടാ. എടാ, എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാ. ഞാൻ എന്ത് പറഞ്ഞാലും ഇപ്പൊ നിനക്ക് മനസ്സിലാവില്ല. മനസ്സേ പറഞ്ഞു പോയടാ. നീ എന്തിനാ വിഷമിക്കുന്നത്? അവളോട് പോവാൻ പറയടാ. അവളേക്കാൾ 10 ഇരട്ടി നല്ലൊരു പെണ്ണിനെ ഈ ഞാൻ കണ്ടുപിടിച്ചത്. അവളെ പറ്റി പലതും ഞാൻ അറിയുന്നുണ്ട്. ആ മരുന്ന് മുത്തുവാ ഇപ്പൊ അവളുടെ ബോഡി ഗാർഡ്. ഇത്തിരി കഴിഞ്ഞാൽ തന്റെ മോളെ അയാൾക്ക് കൂട്ടിക്കൊടുക്കും. ബാക്കി കാര്യങ്ങൾ അവള് നോക്കിക്കോളും, കാശുണ്ടാക്കാനും മറ്റും. നീ മിണ്ടരുത്. നിൽക്ക്. എന്തിനാ ഒഴിഞ്ഞു മാറി നടക്കണേ? ആദ്യം കണ്ടുമുട്ടിയപ്പോ സ്നേഹിക്കണമെന്നോ ഇങ്ങനെ ഇഷ്ടപ്പെടണമെന്നോ ഒന്നും വിചാരിച്ചല്ല. അകലാൻ ശ്രമിക്കുന്നവരും കൂടുതൽ ഇഷ്ടപ്പെട്ടു പോവാ തന്നെ. എനിക്ക് പോണം. എനിക്കാ മനസ്സറിയാം. പക്ഷേ എന്തും എന്നെ അറിയില്ല. ഈ ജന്മത്തിൽ എന്നെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനുള്ള ആളായിട്ട് വിളിച്ച് എന്റെ പെണ്ണായിട്ട്. എനിക്ക് പോണം. ഒന്നും പറയാതെ പോവാ? വിടില്ല ഞാൻ. എന്തോ നിൽക്ക്, ഞാനൊന്ന് പറയട്ടെ. നിൽക്കെന്തോ എന്തോ ഇനി അവളുടെ പുറകെങ്ങാനും നടന്നാലുണ്ടല്ലോ. രണ്ടു ദിവസം കഴിഞ്ഞാൽ പോവാം കേട്ടോ. സമയത്തിന് മരുന്ന് കഴിക്കണം. വിഷ്ണു, ഇതാ അപ്പ വരുന്നുണ്ട്. 7ാം വാർഡിലെ രോഗിയുടെ ട്രിപ്പ് മാറ്റിയായിരുന്നു. ഞാൻ അങ്ങോട്ടേക്കാ പോന്നെ. പോയില്ലടാ. അപ്പൊ കരയണ്ട. എനിക്കൊന്നുമില്ല. അവൻ വരുന്നുണ്ട് വരുന്നേട്ടാ.
ഇപ്പൊ കാണിച്ചു തരാം. വണ്ടി എടുത്തടാ. ആ, എടുത്തോ. അപ്പ ഒന്നും പറയാൻ കേട്ടോ. മോൻ പറഞ്ഞു കാണും. വാടാ. ഇനിയും ഇത് ആവർത്തിച്ചുണ്ടല്ലോ. വണ്ടി ഇങ്ങനെ നിർത്ത്. ഇവിടെ എന്തിനാ ഇറങ്ങണേ? ഞാൻ വരേ. എപ്പോഴാ വരിക? നീ പോടാ, നീ പോ. ശിവേട്ടനാണല്ലോ. വണ്ടി നിർത്തി. നീ എവിടെയായിരുന്നു? താക്കോല് ലോനപ്പേണ്ടയിൽ കൊടുക്കാന്ന് കരുതിയ. എങ്ങോട്ടാ ശിവേട്ടൻ? അളിയന് സൂക്കേട് കൂടുതലാ. ഇപ്പൊ ആള് വന്നോളൂ. എവിടെയാ? തൃശ്ശൂർ തന്നെ. തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോളാന്ന് പറഞ്ഞേക്കണേ. ഞാൻ ചിലപ്പോ 2 ദിവസം വൈകും. പോവാം. ശിവേട്ടാ, എന്റെ കുറച്ച് കാശുണ്ട്. കാശ് വേണ്ട, ഇപ്പൊ എന്റെ ഉണ്ട്. ആ വെച്ചോ. വെച്ച ശിവേട്ടാ, അകലേക്ക് പോണല്ലേ. ശരി. ശരി. വണ്ടി അവളുടെ അടുത്തേക്ക് നിർത്തടാ. എന്നാ ഇത്? നിന്റെ ഒരു മോൻ. എന്താ? നിനക്ക് ഉശിരൻ. ഒന്നുകൂടെ അതെ. എന്റെ മോനെ നീ തല്ലിയല്ലേ? തല്ലാനും കൊല്ലിക്കാനും ഒക്കെ നീ ആരടാ? എടാ ഭാരതമുത്തു, പൊറുക്കിനായ ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ഇതിനൊന്നും കിട്ടിയത് പോരാ. ഒരു പൊട്ട വണ്ടി ഓടിച്ചു നടന്നാൽ இந்த ஊருக்கார നിന്നെ ഭയപ്പെടും. ഞാൻ ഭയപ്പെട മാട്ടാ. ഒളിച്ചിരിക്കാതെ ഇറങ്ങി വാടാ പട്ടി. ഉടനെ സുബ്ബ വിട മാട്ടാ. உள்ளே போடா, உள்ளே போ. உள்ளே போடா, உள்ளே போடா. എന്താണ് നിനക്ക് വേണ്ടേ? தெரியாதா? இனிமே புள்ளிடம் ஒரு தனி மண்ணு வீணால் ஒன்னு கொன்று குழிச்சு மூடுறா பந்தி. முனியாண்டுதான் சொல்றேன், தெரியுமாடா? ഇവനെ എന്റെ മോനെ തല്ലി. എന്റെ മോൻ പാവാ. വാചേട്ടാ, ഞാൻ ഉണ്ടാക്കാം. ഞാൻ പോവാ. ടോർച്ച് കൊണ്ട് വേണ്ട വേണ്ട. ഭക്ഷണം കൊണ്ടാ, ദണ്ണം കൊണ്ടാ, யாருக்குமே ഞാൻ അവനെ വിടമാട്ടാ. ചിന്ന കുളന്തയായിരിക്കും പോലും
இந்த கையில தான் நான் அவரை தூங்க வச்சிருக்கேன். பாவா. ஆமா கடவுளே. നിന്നെ വെറുതെ വിടുമെന്ന് കരുതിയോ? ശിവേട്ട ഇനിയിപ്പോ എന്നാ വരിക? പോകുമ്പോ പ്രത്യേകിച്ച് വല്ലതും പറഞ്ഞായിരുന്നു? ഇല്ല, വൈകുമെന്ന് പറഞ്ഞിരുന്നു. ശിവേട്ടൻ വന്നിട്ട് പോയാ പോരെ? ഏയ് പോണം. വിഷ്ണു, കണക്കൂക്കി തന്നതല്ല, എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്. സോറി കേട്ടോ. പോവാ. ആരുള്ള ശിവേട്ട? എനിക്ക് ആരുമില്ലെന്ന് ആരാ പറഞ്ഞേ? നിനക്ക് അമ്മയുണ്ട്, അമ്മയെ കാണണ്ടേ? അപ്പ എന്നോട് എല്ലാ കാര്യം പറഞ്ഞു. അമ്മ, എന്റെ അമ്മ. അമ്മ ബാസി ആരൊക്കെ വന്നേക്കാൻ നോക്കി? ശിവേട്ടനല്ലേ? ഇറങ്ങി വേണ ശിവേട്ടൻ. എന്താ നാട്ടുപ്രമാണിമാർ ഇങ്ങോട്ടൊക്കെ? പറയേണ്ട കാര്യം ഉണ്ടായിരുന്നടാ. അയ്യോ, ഈ 1.5 കാലം വെച്ചോണ്ട് വരണമായിരുന്നു. അറിയിച്ചിരുന്നെങ്കിൽ അടിയാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഇല്ലയോടോ ബാസി? അല്ല പിന്നെ. ഇവനറിയോ നീ? എങ്ങനെ അറിയാനാ? ദാസന്റെ മോനാ. ഇരട്ടറയ്ക്കുള്ളിൽ ഭ്രാന്താന്നും പറഞ്ഞ് നീയെ കടച്ചു വെച്ചിരിക്കുന്ന പാവൻ ദേവന്റെ മോൻ, എന്റെ ദാസന്റെ മോൻ. അപ്പൊ ഞാൻ കേട്ടേ ശരിയാ? അവകാശവും ചോദിച്ചുകൊണ്ട് വന്നായിരിക്കും. വല്ലയിടത്തും കിടക്കുന്ന തെണ്ടികൾക്ക് വീതം വെച്ചു കൊടുക്കാൻ ഇത് പുറമ്പോക്കല്ല, ആണ്ടവന്റെയാ. ആണ്ടവന്റെ. അതിന് നടക്കില്ലടാ. അത് പറയാൻ നീ ആരാ? എന്റെ സ്വന്തം ആണ്ടിപ്പണ്ടാരം. ഒന്ന് പോടാ. അവന്റെ ഒന്നും ചില്ലി കാശ് എനിക്ക് വേണ്ട ശിവേട്ട. എന്റെ അമ്മയെ കൊല്ലാക്കൊള്ളി ജയിക്കാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. ബാസി, പ്രശ്നം ഉണ്ടാക്കാനല്ല ഞാൻ വന്നത്. മാറി നിൽക്ക്. എനിക്ക് എന്റെ അമ്മയെ കൊണ്ടോണം. എന്തമ്മ? ഏതമ്മ? ആരുടെ അമ്മ? നീ ആരാ? ഇപ്പൊ കാര്യം പഠിക്കട്ടാ. തിരിച്ചു തല്ലടാ ബാസി അവനെ. ഇല്ല ദേവരെ, ഇനി ഈ ദ്രോഹത്തിന് ഞാൻ കൂട്ടിയിരിക്കില്ല. നീ വാടാ മോനെ. ഞാൻ എടുത്തോളാം. ഇതാ മോനെ നിന്റെ അമ്മ. അമ്മേ, അമ്മേ, അമ്മേ,
കണ്ണു തുറക്കമ്മേ. അമ്മേ, അമ്മേ. ആരാ? എന്തിനാ അമ്മക്കറിയണേ? അമ്മക്ക് ഞാനില്ലേ? അമ്മയുടെ മോനില്ലേ? മോനെ, എന്റെ പൊന്നു മോനെ, ഇത്രയും നാൾ എവിടെയായിരുന്നു മോനെ? അമ്മേ, അമ്മക്കറിയണ്ട. പൊന്നു മോനെ, ഇനി എന്തിനാ എന്റെ അമ്മ സങ്കടപ്പെടുന്നത്? ചേട്ടാ, എനിക്കെന്റെ മോനെ കിട്ടി. ഇനി എങ്ങും പോവില്ല. എന്റെ പൊന്നു മോൻ. അമ്മയോട്ട് എങ്ങും പോവില്ല. അമ്മയുടെ പൊന്നുമോൻ വാ. അമ്മേ, ഇപ്പൊ അമ്മയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. മോനെ, ബസ് വരുന്നുണ്ട്. ആ, ഇതിനൊന്നും തിരക്കില്ല. ഇതിനെ തിരക്കാം. ശിവേട്ടിനോട് ഞാൻ പോയെന്ന് പറഞ്ഞേക്കണം. ആ, അതൊക്കെ പറഞ്ഞാൽ വീട്ടിൽ അന്വേഷണം പറയണേ. ശരി, കാണാം. ശരി.
ആണ്ടവനെ ജയിലിൽ നിന്ന് വിട്ടു. എന്റെ കൈയും കാലും വിറയ്ക്കണം. എന്താ ഞാൻ ചെയ്യണ്ടേ? എപ്പോ വേണമെങ്കിലും അവനിവിടെ എത്താം. അതിനു മുമ്പ് വിഷ്ണുവിനെ ഇവിടുന്ന് മാറ്റണം. എങ്ങോട്ട്? അതൊന്നും പേടിക്കണ്ട, സ്ഥലമുണ്ട്. ഞാനെങ്ങോട്ടുമില്ല. ആണ്ടവനെ നിനക്കറിയാത്തോണ്ടാ. എനിക്കറിയാം. എന്റെ അച്ഛനെ കൊന്നോനല്ലേ. നേരിൽ എനിക്കൊന്ന് കാണണം അയാളെ. പറയണത് കേക്ക് വിഷ്ണു. ഇല്ല, ഇനി എങ്ങോട്ടമ്മ ഒളിച്ചോടണ്ടേ? എന്റെ പൊന്നുമോൻ അമ്മ പറയണ കേക്ക്. ഞാൻ പോവാം. പക്ഷേ അമ്മ എന്റെ ഒപ്പം വരണം. ഇല്ല വിഷ്ണു, എല്ലാം ഉപേക്ഷിച്ച് പോയാ പിന്നെ ഒരിഞ്ച് മണ്ണ് പോലും നമുക്ക് കിട്ടില്ല. അങ്ങനെ കളയാൻ പറ്റില്ല വിഷ്ണു. എനിക്കിനി നിന്റെ ജീവിതം നോക്കണം. സ്വത്തല്ല വലുത്, എനിക്കെന്റെ അമ്മയാ. അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാ അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. അതോർത്ത് വിഷ്ണു പേടിക്കണ്ട. അതെങ്ങനെ ശിവേട്ടന് പറയാൻ പറ്റും? നിങ്ങളൊക്കെ നോക്കി നിൽക്കുമ്പോഴല്ലേ ആ ശേഖരേട്ടനെ അയാൾ കൊന്നത്. ഇത്തവണ അവൻ തലയുയർത്തില്ല. ഉയർത്താൻ ഞാൻ സമ്മതിക്കില്ല. സുന്ദരം വരുന്നുണ്ട്. ഞാൻ ഇറങ്ങട്ടെ അമ്മ. ശിവേട്ടാ, വണ്ടി വന്നു. കാവിന്റെ അടുത്ത് നിർത്തിയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? എന്നാ ഇറങ്ങിക്കോ. അമ്മ പൊക്കോ പൊക്കോ അമ്മ. ശിവേട്ടാ, എനിക്കെന്റെ അമ്മ മാത്രമേ ഉള്ളൂ. നീ ചെല്ലേ. എന്നാ ഞങ്ങള് ഞാൻ ഈ നാട് വിട്ട് പോയിട്ടില്ലെന്നറിഞ്ഞ അമ്മയ്ക്ക് വിഷമോ. ആണ്ടവൻ എന്റെ അമ്മയെ വിട്ടുകൊടുത്ത് എനിക്ക് രക്ഷപ്പെടണ്ട. അയാൾ എന്നെ കൊല്ലണേ കൊല്ലട്ടെ. എന്റെ അമ്മയെ വിട്ട് പോവില്ല ഞാൻ. ഒരിക്കലും പോവില്ല.
ഒന്നുമില്ല വീട് വിഷ്ണു നീ പറഞ്ഞേ ഒന്നുമില്ല എന്റെ മോനെ ഒന്നും ചെയ്യില്ലേ എന്റെ മോനെ ഒന്നും ചെയ്യില്ലേ ശിവേട്ട എന്റെ മോനെ അവൻ കൊല്ലും ശിവേട്ട ശിവേട്ടാ ശിവേട്ടാ ശിവേട്ടൊന്നും പറ്റില്ലല്ലോ ജയിച്ചൂന്ന് കരുതണ്ട നീ. ഈ ചോര ഉണങ്ങണേന് മുമ്പ് നിങ്ങളെയൊക്കെ ഈ കാലുകൊണ്ട് ചവിട്ടിക്കൊന്നില്ലെങ്കിൽ ഈ ആണ്ടവൻ ജീവിച്ചിരിക്കണ. Ah!